നാട്ടിക്ക് ലീവിന് വന്നു കഴിഞ്ഞാൽ മാക്സിമം ടിക്കറ്റിന്റെ പൈസ മുതലാക്കണം. നാട്ടിലുള്ള ചെക്കന്മാർ ദുബായത്തിനെക്കാട്ടും തിരക്കണം അവരെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പ്രവാസികൾക്ക് പ്രവാസികൾ തന്നെ വേണം, എന്നാലേ കുളങ്ങളും കാര്യങ്ങളൊക്കെ ചാടി നടക്കാൻ പറ്റുള്ളൂ. അവിടുത്തെ ചൂടത്ത് നിന്ന് ഇടക്ക് നാട്ടിലൊന്ന് എത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുകയെന്ന്. അതാണ് മാക്സിമം നാട്ടിലെത്തിച്ച് കുളങ്ങളിലൊക്കെ പോയി കുളിക്കുന്നത്. ഇപ്രാവശ്യം നാട്ടിൽ വന്നിട്ട് ഒന്ന് വെറുതെ ഇരിക്കാൻ പോലും നേരം കിട്ടിയിട്ട്. ഇന്ന് നമ്മളെ ചെക്കൻ്റെ പരിപാടിയാണ്, അംസപ്പൊളിൻ്റെ നിക്കാഹ്. ഒരു മാസം മുന്നേ തന്നെ എന്നോട് പരിപാടി പറഞ്ഞിരുന്നു. ആ സമയത്ത് ഞാൻ അവിടെ ആയതുകൊണ്ട് നാട്ടിലേക്കൊന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം നാട്ടിൽ വന്നുകൊണ്ട് ചെക്കൻ്റെ നിക്കാഹിന് പങ്കെടുക്കാൻ പറ്റി. പള്ളിക്കന്ന് നിക്കാഹ് കഴിഞ്ഞാണ്ട് നേരെ ഓഡിറ്റോറിയത്തേക്ക്. മണവാളൻ ഏതാല്ല ലുക്ക്. എന്നോട് അംസപ്പൊളി ചെറിയൊരു നിക്കാണെന്നാണ് പറഞ്ഞത്. സംഭവം ഒരു കല്യാണത്തിനുള്ള ആളുണ്ട് കേട്ടോ. ഫോട്ടോ ഒക്കെ എടുത്ത് സലാം പറഞ്ഞിട്ട് ഞാൻ നേരെ അവിടുന്ന് ഇറങ്ങി. വീടിന്റെ തൊട്ടടുത്ത് തന്നെ താന്നൂര് കടപ്പുറമുണ്ട്. ആണ്ട് ഇടക്കിടക്കൊക്കെ വീട്ടിൽ നിന്ന് ഞാൻ പൂട്ട ചടച്ചിരിക്കുന്ന സമയത്തൊക്കെ ചെറിയ പിള്ളേർ പ്രാവിനൊക്കെ വളർത്തുന്നുണ്ട്. കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. പറവ സിനിമയിലൊക്കെ ഉള്ള മാതിരി പറത്തണ പ്രാവാളാണ്. പ്രാവാളൊക്കെ ഓരോ സൈഡിൽ നിന്ന് പറപ്പിച്ചിൽ തുടങ്ങിയെന്ന് കേട്ടോ. ഇതൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.